ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലും പകൽ പടത്തെ ഇർഹം റഹീം മന്നാനെ, അതിവിശ്വമാം പ്രപഞ്ചം ആകെ ഭരിക്കുന്നോനെ. അല്ലും പകൽ പടത്തെ ഇർഹം റഹീം മന്നാനെ, അതിവിശ്വമാം പ്രപഞ്ചം ആകെ ഭരിക്കുന്നോനെ. ആകാശഭൂമിഗോളം അതിലേറെ സൃഷ്ടിജാലം, ആരും ശരീക്കതില്ല, അതെല്ലാം നിന്റെ ഗദാനം. അറിയും നീ ജഹ്ർ സിർറ്, ആലിമുൽ ഗൈബ് റബ്ബ്, അല്ലാഹു മാത്രമല്ല, ദില്ല ജലാലതല്ലാ. ആശ്രയം ഞങ്ങൾക്കാകെ, അഭയം നീ മാത്രമല്ല. അല്ലും പകൽ പടത്തെ ഇർഹം റഹീം മന്നാനെ, അതിവിശ്വമാം പ്രപഞ്ചം ആകെ ഭരിക്കുന്നോനെ. നീ നൽകിടുന്നതാരും തടയുന്നതല്ലൊരാളും, നീ നൽകിടാത്തതാരും നൽകുന്നോനില്ലൊരാളും. നീ നൽകിടുന്നതാരും തടയുന്നതല്ലൊരാളും, നീ നൽകിടാത്തതാരും നൽകുന്നോനില്ലൊരാളും. എല്ലാം നിന്റെ കടാക്ഷം, ഏക ഇലാഹിൽ മോക്ഷം. തീവ്രവാദം വിതക്കുന്നതും കൊയ്യുന്നതും ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി സംസാരിക്കാൻ കഴിവുള്ള നമ്മുടെ CP സലീം വിഷയാവതരണം നടത്തും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ ഫകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, അത്യധികം പ്രാധാന്യമുള്ള ഒരു വിഷയം സംബന്ധിച്ച് ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട, അതിലുപരി ഓരോ മുസ്ലിമും ബോധവാനായിരിക്കേണ്ട സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയിൽ, അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പഠനത്തിൽ പങ്കെടുക്കുവാൻ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇപ്പോഴും മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ കാട്ടിൽ വെച്ച് രണ്ട് വിഭാഗം ആളുകൾ അന്ധകാലത്ത് യുദ്ധം ചെയ്തതുപോലെ തന്റെ കയ്യിൽ കിട്ടുന്ന തോക്കെടുത്ത് കണ്ടവരെയൊക്കെ വെടിവെക്കുന്ന തരത്തിലേക്ക് ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുപ്രധാനമായ ഘട്ടത്തിൽ മനുഷ്യൻ എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അവന്റെ പഠനം കൊണ്ടും ഗവേഷണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും
എന്താണ് അവൻ നേടിയിട്ടുള്ളത് എന്ന് വീണ്ടും വീണ്ടും നാം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ കാഴ്ചയാണ് ബോംബെയിൽ നിന്നും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഇവിഷയകമായി നാം നിർവഹിക്കേണ്ട ദൗത്യം, നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചയും സംവാദങ്ങളുമൊക്കെ എന്തുകൊണ്ടും പ്രസക്തമാണ്. നമുക്കറിയാം, ഈ അടുത്ത ആഴ്ചകളിലായി, മാസങ്ങളിലായി കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുവാനുള്ള, പെട്ടെന്ന് നേരത്തെയുള്ളതിൽ നിന്നും കൂടുതൽ സജീവമാകാനുണ്ടായിരുന്ന കാരണം കണ്ണൂരിൽ നിന്നും അതേപോലെ തന്നെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നും കുറെ മുസ്ലിം യുവാക്കൾ ഏതോ ചില റിക്രൂട്ട്മെന്റുകൾ കാരണത്താൽ കാശ്മീരിൽ എത്തിപ്പെടുകയും കാശ്മീരിൽ വെച്ച് അവർ കൊല്ലപ്പെടുകയും ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ്. പലപ്പോഴും അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നാം കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ സംസ്ഥാനത്തേക്ക്, ആ സംസ്ഥാനത്ത് നിന്നും അത്തരം ഒരു കാര്യത്തിന് വേണ്ടി യുവാക്കൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നത് വളരെ ഗൗരവത്തോടുകൂടിയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ആ ഏറ്റുമുട്ടൽ അത് രാജ്യവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് തന്റെ മകൻ പോയതെങ്കിൽ ആ മകന്റെ മയ്യത്ത് എനിക്ക് കാണേണ്ടതില്ല എന്ന പ്രഖ്യാപനം ധാരാളം മതവിജ്ഞാനമുള്ള ഒരു മുസ്ലിം സ്ത്രീ അല്ല നടത്തിയത്. മറിച്ച് പ്രാഥമികമായ ജ്ഞാനം മാത്രം നേടിയിട്ടുള്ള കണ്ണൂരിലെ നഫീസ ആ ഒരു പ്രഖ്യാപനം നടത്തുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിന്റെ രാജ്യത്തോടുള്ള കൂറിന്റെ വലിയൊരു പ്രഖ്യാപനമായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഫാഷിസം വേരൂന്നിയിട്ട് വർഷങ്ങളായി. അതിന് വമ്പിച്ച ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ വധം ആ ആസൂത്രണത്തിന്റെ ഫലമായുണ്ടായ ഒരു സംഭവം മാത്രമായിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊല്ലുന്നിടത്ത് വരെ ആ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥ ചരിത്രത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർന്നതോടുകൂടിയാണ് മുസ്ലിം വൈകാരികത ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് വലിയൊരു പ്ലാറ്റ്ഫോം വീണ് കിട്ടിയത്. ശരിക്കും അത് ഉപയോഗപ്പെടുത്താൻ അവർ പരിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഹൈന്ദവരും ആരും സപ്പോർട്ട് ചെയ്യാത്ത, എന്നാൽ ഹൈന്ദവതയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വളർത്താൻ ശ്രമിക്കുന്ന ഫാഷിസം അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കുകയില്ല എന്നതിന്റെ ഒന്നാം തരം ഉദാഹരണമായിരുന്നു മാലേഗാവിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്ന 3 സ്ഫോടനങ്ങൾ. ആ സ്ഫോടനം നടന്ന ഉടനെ തൊട്ടടുത്ത ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്ത അതിന്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടന ഏറ്റെടുത്തിരിക്കുന്നു എന്നായിരുന്നു. ആരാണ് ഇന്ത്യൻ മുജാഹിദീന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ അറിയാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ആഗ്രഹമുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു സംഘടനയുണ്ടെങ്കിൽ അത് അനിസ്ലാമികമാണ്, അത് രാഷ്ട്രവിരുദ്ധമാണ്. ഇസ്ലാമിന്റെ, ഖുർആനിന്റെ ജിഹാദ് എന്ന പദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് മതത്തെ വികലമാക്കുന്ന ഒരു സംഘമാണത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മുന്നോട്ട് പോയി, അത് ആഴ്ചകളായി മാറിയപ്പോൾ പിന്നീട് നമ്മൾ കേൾക്കുന്നത് ആ രൂപത്തിലല്ല. മതേതര സ്വഭാവമുള്ള മഹാരാഷ്ട്ര ഗവൺമെന്റ് ആ വിഷയത്തെപ്പറ്റി നന്നായി അന്വേഷിച്ചു നോക്കുമ്പോൾ നാം കേട്ട രൂപത്തിലോ അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ച രൂപത്തിലോ ഇമെയിൽ സംഘടനയുടെ പേരിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ രൂപത്തിലോ ആയിരുന്നില്ല സംഭവം. മറിച്ച് VHPയുടെ വനിതാ വിഭാഗമായിരുന്ന ദുർഗാ വാഹിനിയുടെ നേതൃനിരയിലുള്ള പ്രഖ്യാ സിംഗ് ഠാക്കൂർ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഹിന്ദു ജാഗരൺ മഞ്ചിന്റെ പോഷക സംഘടനയായ രാഷ്ട്രീയ ജാഗരൺ മഞ്ചാണ് അതിന്റെ പിന്നിലെന്ന് സുവ്യക്തമായ രൂപത്തിൽ ഇന്ത്യയിലെ ജനം അറിയുന്നതാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഫോടനം നടന്ന മൊദാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട ബൈക്കിന്റെ മുകളിൽ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ എഴുതി വച്ചിരുന്നു. എത്രമാത്രം വലിയ ദുരന്തമുണ്ടാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അതിന്റെ പിന്നിൽ നടന്ന ആസൂത്രണം എന്നതിന് ഇതിലപ്പുറം ഒരു തെളിവ് ആവശ്യമില്ല. രാജ്യത്ത് കലാപമുണ്ടാക്കി, വർഗീയ ധ്രുവീകരണമുണ്ടാക്കി, സാധാരണക്കാരായ ഹൈന്ദവരെ മുസ്ലിം സമുദായത്തിനെതിരെ തിരിച്ചുവിട്ട് കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലുകളും നടത്തിയ